കോർഡിനേഷൻ കോമ്പൗണ്ട് NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 5.4 ആണ്. രണ്ട് കോംപ്ലക്സ് അവർ കൊടുത്തു. ആ രണ്ട് കോംപ്ലക്സും അയോണൈസേഷൻ ഐസോമർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കാം. നമുക്കറിയാം രണ്ട് കോംപ്ലക്സിന്റെ ഫോർമുല സെയിമാ. ഒരു കൊബാൾട്ട്, 5 അമൈൻ, ഒരു ക്ലോറിൻ, ഒരു സൾഫേറ്റ്. രണ്ടിലും അത് തന്നെയാണുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ സൾഫേറ്റ് ഔട്ട്സൈഡ് ദ കോർഡിനേഷൻ സ്ഫിയർ, രണ്ടാമത്തത് ക്ലോറിൻ ഔട്ട്സൈഡ് ദ കോർഡിനേഷൻ സ്ഫിയർ. രണ്ടുപേരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷെ ഒന്നാമത്തെ കോംപ്ലക്സിൽ ഈ സ്ഫിയറിന് പുറത്ത് സൾഫേറ്റ് ആണുള്ളത്, രണ്ടാമത്തെ കോംപ്ലക്സിൽ സ്ഫിയറിന് പുറത്ത് ആരാണുള്ളത്? ക്ലോറൈഡ് ആണുള്ളത്. രണ്ടുപേരുടെയും സെയിം മോളിക്കുലർ ഫോർമുലയാണ്. ഒന്നിൽ സൾഫേറ്റ് ഈസ് ഔട്ട്സൈഡ് ദ കോർഡിനേഷൻ സ്ഫിയർ ആൻഡ് അതർ ക്ലോറൈഡ് ഈസ് ഔട്ട്സൈഡ് ദ കോർഡിനേഷൻ സ്ഫിയർ. ഇത് പ്രൂവ് ചെയ്യണം. ഇവിടെ സൾഫേറ്റ് ആൻഡ് കോർഡിനേഷൻ സ്ഫിയർ പുറത്ത് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇതിലേക്ക് എന്ത് ചെയ്യുക? ഇതിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. ബേരിയം ക്ലോറൈഡ്. ആ സമയത്ത് ബേരിയം സൾഫേറ്റ് പ്രസിപിറ്റേറ്റ് ചെയ്യും. ബേരിയം സൾഫേറ്റ് പ്രസിപിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ആര് പുറത്ത് വേണം? സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് സൾഫേറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് വെച്ച് നമുക്ക് പറയാം സൾഫേറ്റ് ഈസ് ഔട്ട്സൈഡ് ദി കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയാം. അതേസമയം ഇതിലേക്ക് ക്ലോറിൻ ഔട്ട്സൈഡ് ദ കോർഡിനേഷൻ സ്ഫിയർ ആണെന്ന് തെളിയിക്കണം. അത് നമ്മൾ സിൽവർ നൈട്രേറ്റ് അടയും. സിൽവർ നൈട്രേറ്റ് എടുത്താൽ AgCl പ്രസിപിറ്റേറ്റ് ചെയ്യും. സോ ആ AgCl പ്രസിപിറ്റേറ്റ് കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും ക്ലോറിൻ ഈസ് ഔട്ട്സൈഡ് ദി കോർഡിനേഷൻ സ്ഫിയർ. ഈ രണ്ട് ടെസ്റ്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇവർ അയോണൈസേഷൻ ഐസോമർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും.